ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടച്ചക്ക ഉപയോഗിച്ച് കുറേ റെസിപ്പീസ് ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം, ഇടനേരത്ത് കഴിക്കാം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. രാത്രി വേണമെങ്കിൽ ഡിന്നറിനും കഴിക്കാം. കുറച്ച് നല്ല എരിവുള്ള മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഡിന്നറിന് സൂപ്പർ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ കടച്ചക്ക പുഴുക്കാണ്. നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാറുണ്ട്, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാറുണ്ട്. കടച്ചക്കപ്പുഴുക്ക് എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും ഒക്കെ പോലെയാണ്. പക്ഷെ അതിൽ അരച്ച് ചേർക്കുന്ന പോലെയുള്ള പ്രോസസ്സ് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കടച്ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാനും മാത്രം ഒന്നുമില്ല കേട്ടോ. ആകെയുള്ളത് നമ്മുടെ കടച്ചക്കയും തേങ്ങയും പിന്നെ വേണ്ടത് ഉപ്പും കുറച്ച് വെള്ളമാണ്. കടച്ചക്ക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് വലിയ പീസുകളായിട്ട്, ഇതുപോലെ വലിപ്പം കൂടിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾ മൺചട്ടിയിൽ അല്ലെങ്കിൽ മൺകലത്തിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ അത്യാവശ്യം വേണം കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. തേങ്ങ കൂടുതൽ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കടച്ചക്ക കുക്കറിലേക്ക് മാറ്റാം. തേങ്ങ ചേർക്കുമ്പോൾ ചേർക്കേണ്ട ഒരു രീതിയുണ്ട്, അതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മുടെ കടച്ചക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടച്ചക്ക ഇട്ടു. ഇനി ഇത് നമുക്ക് നീക്കി വയ്ക്കാം. നമ്മുടെ ഈ ഒരു പാത്രത്തിലാണ് നമ്മളിനി ബാക്കി കാര്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. ഈ പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അധികം വെള്ളം, 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് ഇതുപോലെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയിലുള്ള തേങ്ങാപ്പാലും കൂടി നമുക്ക് കിട്ടുന്ന രീതിയിൽ. തേങ്ങാപ്പാൽ നമ്മൾ മിക്സിയിൽ അടിച്ചു പിഴിഞ്ഞൊന്നും എടുക്കണ്ട. തേങ്ങാപ്പാലും വേവിക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് വേവിക്കുമ്പോഴാണ്. ആ തേങ്ങയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ പുഴുക്കിന് ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് വെള്ളം ചേർത്ത് കടച്ചക്കപ്പുഴുക്ക് ഉണ്ടാക്കരുത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ കടച്ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ മൺകലത്തിൽ അല്ലെങ്കിൽ മൺചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി തേങ്ങാപ്പാലിൻ്റെ കളറായി വന്നിട്ടുണ്ട്. കൂടുതൽ തിരുമ്മി പിഴിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കടച്ചക്കയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലൊന്നല്ല തേങ്ങ മിക്സ് ചേർത്തിട്ടുള്ളത്. തേങ്ങയും വെള്ളവും എല്ലാം ചേർത്തിട്ടുള്ളത് കടച്ചക്കയുടെ താഴെ നിൽക്കുന്ന രീതിയിലാണ്. അത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. കടച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമുക്ക് കടച്ചക്ക കുക്കായി കഴിഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ 2 വിസിൽ, ചട്ടിയിലാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് കുത്തി നോക്കുക. ഒരു ഫോർക്കോ സ്ക്യൂറോ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കുക കുക്കാവുന്നുണ്ടോ എന്നുള്ളത്. അത് കുക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ കുക്കാവണം. ആ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് 2 വിസിൽ വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ വന്നു, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കുറച്ച് വെള്ളമുള്ളൂ, ബാക്കിയുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടച്ചക്ക കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. കടച്ചക്ക ഇതാ ഇതുപോലെ ഫോർക്കിൽ കുത്തിയെടുക്കുമ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ടീ ടൈം സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയില്ലേ. നിങ്ങൾക്കിത് മധുരം ഇട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും മധുരം ഇഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മധുരം ഇഷ്ടമായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കാം. നമ്മുടെ ഉണക്ക കപ്പ ഉണ്ടല്ലോ, ഉണക്ക കപ്പ പുഴുങ്ങുമ്പോൾ ചില ആളുകൾ മധുരം ചേർത്ത് കഴിക്കും, ചിലപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിക്കും. ഉപ്പ് ചേർത്ത് കഴിക്കാൻ മീൻസ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കും. ഇതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെറുതായിട്ട്. എന്താണെന്ന് വെച്ചാൽ കടച്ചക്ക അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. ഒരു ഡിഷ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാന്താരി ചമ്മന്തി ഉണ്ടല്ലോ, കാന്താരി മുളകും ഉള്ളിയും പച്ചവെളിച്ചെണ്ണയും ഉപ്പും എല്ലാം ചേർത്തിട്ടുള്ളത്, ആ കാന്താരി ചമ്മന്തിയുടെ കൂടെ ചേർത്തും കഴിക്കാം. കാന്താരി മുളക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ കൂടെ ചേർത്തും കഴിക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ കൂടെ മീൻസ് പച്ചമുളക് ചമ്മന്തിയുടെ കൂടെ ചേർത്തും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിച്ചിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ.
അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും ഒക്കെ പറയാം. ഞാനപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ബ്ലാക്ക് ബൗളിലേക്കാണ് മാറ്റുന്നത്. ഒരുപാട് കടച്ചക്കയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു കടച്ചക്കയുടെ പകുതി പോർഷൻ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ടോ? നല്ല ആവി പറക്കുന്ന കടച്ചക്ക പുഴുക്ക് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ നല്ല മഴക്കാലത്ത് ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പ പുഴുങ്ങുന്ന പോലെയൊക്കെ തന്നെയാണ് കടച്ചക്ക പുഴുങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കടച്ചക്ക പുഴുങ്ങി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.